തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി PV അൻവർ മത്സരിക്കുന്നതിൽ അനിശ്ചിതത്വം. തൃണമൂൽ സ്ഥാനാർത്ഥിയായി നൽകിയ പത്രികയിൽ വരണാധികാരി വിശദീകരണം ചോദിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായുള്ള പത്രിക മാത്രമാണ് സ്വീകരിച്ചത്. സാങ്കേതിക കാരണങ്ങളാലാണ് പത്രിക മാറ്റിവെച്ചതെന്ന് അൻവർ പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ രജിസ്റ്റേർഡ് പാർട്ടിയല്ല. എന്നാൽ തൃണമൂലിന്റെ കൊൽക്കത്ത ഓഫീസിൽ നിന്ന് കത്ത് നൽകിയിട്ടുണ്ട്. ഇത് ദേശീയ ഇലക്ഷൻ കമ്മീഷൻ പരിശോധിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നും അൻവർ പ്രതികരിച്ചു. പത്രിക തള്ളിയില്ലാതെ നിൽക്കട്ടെ. ഇറ്റ് ഈസ് അണ്ടർ പെൻഡിങ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള എൻ്റെ പത്രിക സ്വീകരിച്ചു. ഞങ്ങൾ 2 പത്രിക കൊടുക്കുന്നുണ്ട്. ഒന്ന് AITC-യുടേതാണ് പ്രിഫറൻസ് നൽകുന്നത്. 2 അത് തള്ളിപ്പോവുകയാണെങ്കിൽ മറ്റേത് ഉപയോഗിക്കും. കാരണം AITC കേരളത്തിൽ രജിസ്റ്റേർഡ് അല്ല. പക്ഷേ ത്രിപുരയിലും ആസാമിലും രജിസ്റ്റർ ചെയ്യാതെ തന്നെ AITC-യുടെ നാഷണൽ കമ്മിറ്റിയുടെ കത്ത് പ്രകാരം അവിടെ ചിഹ്നം നൽകിയിട്ടുണ്ട്. അതൊരു ക്ലാരിഫിക്കേഷൻ വേണ്ട കാര്യമാണ്. ഇപ്പോൾ അത് മാറ്റിവെച്ചിരിക്കുകയാണ്. തള്ളി എന്നാണ് വാർത്ത. AITC കൊടുത്തത് മാറ്റിവെച്ച് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ AITC-യുടെ കൽക്കട്ട ഓഫീസിൽ നിന്ന് കൊടുത്ത മെയിൽ ദേശീയ ഇലക്ഷൻ കമ്മീഷനിലേക്ക് അയച്ചു കൊടുത്ത് അതൊരു ക്ലാരിഫിക്കേഷൻ വെയിറ്റ് ചെയ്യണം. ഷബീർ ഒമർ വിവരങ്ങൾ നൽകും. ഷബീർ, അൻവറിന്റെ തൃണമൂൽ സ്ഥാനാർത്ഥിയായുള്ള പത്രികയിൽ എന്താണ് ഒരു ആശയക്കുഴപ്പമുണ്ടാകാൻ കാരണമായത്? ദിവ്യ, ഇത് ഇന്നലെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ തന്നെ PV അൻവർ പ്രതീക്ഷിച്ചിരുന്നതാണ്. പ്രധാനമായും AITC ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ ആ നിലയ്ക്ക് ചില പ്രശ്നങ്ങൾ വരുമെന്ന സൂചന PV അൻവറിനുണ്ടായിരുന്നു. അത്ര നിയമോപദേശം ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് TMC സ്ഥാനാർത്ഥിയായതോടൊപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും PV അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇന്ന് അദ്ദേഹം സൂക്ഷ്മ പരിശോധന നടക്കുന്ന പെരിന്തൽമണ്ണ സബ് കളക്ടർ ഓഫീസിൽ നേരിട്ടെത്തിയിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞത് താൻ ഒറ്റയ്ക്കാണ്, അട്ടിമറികൾ ഉണ്ടാകും. 2011 മുതലുള്ള തെരഞ്ഞെടുപ്പിൽ താൻ ഈ സൂക്ഷ്മ പരിശോധന നടക്കുന്നിടത്തൊന്നും വരാറില്ല. പക്ഷേ ഇത്തവണ താൻ ഒറ്റയ്ക്കാണ്, അതുകൊണ്ടാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട അട്ടിമറിയല്ല, പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ രജിസ്റ്റേർഡ് അല്ലാത്ത ഒരു പാർട്ടി, രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്, സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരണാധികാരി PV അൻവറിനോട് വിശദീകരണം തേടിയപ്പോൾ അതിലൊരു മറുപടി PV അൻവർ നൽകിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ PV അൻവർ തന്നെ വിശദീകരിച്ചതിൽ വ്യക്തമാണ്. അതായത് ദേശീയ പാർട്ടിയാണ്, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ത്രിപുരയിലും ആസാമിലും രജിസ്റ്റേർഡ് അല്ലാതിട്ട് പോലും TMC സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടുള്ളത് പാർട്ടിയുടെ AITC-യുടെ ഔദ്യോഗിക കത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇങ്ങനെ മത്സരിച്ചത്. അതുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷന്, തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടി കത്ത് നൽകുമെന്നുമാണ് PV അൻവർ വിശദീകരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു നാമനിർദ്ദേശ പത്രിക, PV അൻവർ നൽകിയ ഒരു നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന് TMC സ്ഥാനാർത്ഥിയായി നൽകിയ നാമനിർദ്ദേശ പത്രികയിൽ ഇനി നടപടികൾ ബാക്കിയാണ്. അതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിലയ്ക്ക് PV അൻവർ മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നൽകിയ അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക ഇതിനോടകം സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ TMC സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു വിശദീകരണം നൽകിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ TMC സ്ഥാനാർത്ഥിയായി നൽകിയ നാമനിർദ്ദേശ പത്രിക കൂടി അംഗീകരിക്കുകയാണെങ്കിൽ പിന്നീട് ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട തീയതിക്ക് മുമ്പ് തന്നെ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നൽകിയ പത്രിക പിൻവലിക്കും. ആ നിലയ്ക്കായിരിക്കും അദ്ദേഹം മത്സരിക്കുക, അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തന്നെ മത്സരിക്കും. എന്തായാലും മത്സരരംഗത്ത് അദ്ദേഹം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഒപ്പം തന്നെ ഇന്നലെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് PV അൻവർ. വലിയ ഒരു ഘോഷയാത്രയോടെ അല്ലെങ്കിൽ റോഡ് ഷോയോടെയാണ് PV അൻവർ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത്. ഇന്ന് കാര്യമായ പ്രചാരണ പരിപാടികൾ PV അൻവർ ഇറങ്ങിയിട്ടില്ല. രാവിലെ ചില സന്ദർശനങ്ങൾ നടത്തി പ്രമുഖ വ്യക്തികളെ കണ്ടു. അതിനുശേഷം അദ്ദേഹം നേരെ പോയത് ഈ സൂക്ഷ്മ പരിശോധന നടക്കുന്ന സബ് കളക്ടർ ഓഫീസിലാണ്. ഉച്ചവരെ ഇപ്പോൾ അവിടെയാണ്. ഉച്ച കഴിഞ്ഞ് നിലമ്പൂർ മണ്ഡലത്തിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്.